എന്നുണ്ടെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എന്നിൽ നിന്ന് കുറേ മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഞാൻ കുറേ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ അതെങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നോ എനിക്കറിയില്ലായിരുന്നു. പള്ളിയിൽ പോകും, കുർബാന കാണും, വരും, വീട്ടിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും എന്നല്ലാതെ എനിക്ക് കൂടുതലൊന്നും അറിയില്ലായിരുന്നു. പിന്നെ 8 വർഷം മുമ്പ് എനിക്ക് മലദ്വാരത്തിൽ 2 ചെറിയ ഒരു തടിപ്പ് പോലെ കാണുമായിരുന്നു. അത് ഞാനത്ര ഗൗരവമൊന്നും വിചാരിക്കണ്ടായില്ല മുമ്പ്. പിന്നെ എനിക്ക് കുറച്ച് വേദനയായി. രണ്ടാമത്തെ മകൾ പ്രസവിച്ച് കിടക്കുന്നത് കൊറോണയുടെ സമയത്തായിരുന്നു. ആ സമയത്ത് എനിക്കിത് കൂടുതലായി. ഡോക്ടറെ കണ്ടു, സർജനെ കണ്ടു. സർജൻ പറഞ്ഞു വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ എനിക്ക് ഭയങ്കര വേദനയും, ഇരിക്കാൻ പറ്റുന്നില്ല, വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യണം, അങ്ങനെ എനിക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ടും ഞാനത് ഡോക്ടറെ കണ്ടുവന്നെങ്കിലും എനിക്ക് ടെൻഷനും വിഷമമൊക്കെ ആയിരുന്നു. ആ സമയത്ത് പുറത്തേക്ക് പോകാൻ പോലും പേടിയാണ്, കൊറോണ കാരണത്താലേ. കാരണം മോള് പ്രസവിച്ച് കിടക്കാണ്. 5 വർഷത്തിലാണ് അവൾക്കൊരു കുട്ടി ഉണ്ടാവുന്നത്. കുറേ നേർച്ചയും കാഴ്ചയും വെച്ച് കുറേ പ്രാർത്ഥിച്ച്, ഇവിടുത്തെ മാതാവിൻ്റെ പേര് തന്നെയാണ് കൃപ, മേരി കൃപ എന്ന് തന്നെയാണ് അവൾക്ക് പേരിട്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ടായൊരു കുട്ടി. അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് ഞാൻ ഇത്തിരി വേദന സഹിച്ചാലും പുറത്തേക്ക് ഞാൻ പോകാറുണ്ടായില്ല. അതിനുശേഷം പ്രാർത്ഥിക്കും. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം കിട്ടിയത് ഞാനൊന്ന് പുരട്ടി മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ എന്തോരം കാര്യങ്ങൾ നീ നടത്തി കൊടുക്കണേ, എൻ്റെ ഈ ഒരു ചെറിയ കാര്യം തന്നെ എനിക്ക് നടത്തി തന്നൂടെ എന്ന് ഞാൻ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സംഭവം അവിടെ കാണുന്നില്ല, എല്ലാവരും തീർത്തു മാറിപ്പോയി. അതിനുശേഷം എനിക്ക് 2 സ്ഥലവും വീടും ഉണ്ടായിരുന്നതാണ്. 2 പെൺകുട്ടികളാണ് എനിക്ക്. 2 പെൺകുട്ടികളെയും കെട്ടിച്ച് 2 വീടും എനിക്ക് വിൽക്കേണ്ടതായിട്ട് വന്നു. ഞങ്ങൾ വാടക വീട്ടിൽ താമസിച്ചു. അതിനുശേഷം യൂട്യൂബിൽ കാണണ മാതാവിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറുന്ന ലുത്തിനിയ എന്നുള്ള സംഭവം കാലത്തും വൈകിട്ടും ഞങ്ങൾ 2 പേരും കേൾക്കുമായിരുന്നു. ഞാനും എൻ്റെ ഭർത്താവും കേൾക്കുമായിരുന്നു. പ്രാർത്ഥിച്ചു. അന്നൊന്നും എനിക്ക് ഇവിടെ കൃപാസനത്തെ പറ്റിയൊന്നും എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. ഇത് പ്രാർത്ഥിച്ച് കുറേ കഴിഞ്ഞ് എനിക്ക് 5 സെൻറ്റ് സ്ഥലം വാങ്ങാനായിട്ട് കടമൊക്കെ വാങ്ങിയിട്ടാണ് എന്നെ വാങ്ങിയത്. 5 രൂപ പലിശയ്ക്ക് 4 ലക്ഷം രൂപ എടുത്ത് ബാക്കി പൈസ കൂട്ടി 5 സെൻറ്റ് സ്ഥലം ഞാൻ വാങ്ങി. ആ സ്ഥലം വാങ്ങിയതിന് പലിശ കൊടുക്കാൻ പോലും എനിക്ക് എൻ്റെ കെട്ടിയവന് പണിക്ക് പോകാൻ പറ്റാണ്ടായി. ഞാൻ പണിയെടുക്കുന്ന പൈസ മുഴുവനും പലിശ കൊടുക്കാൻ തികയാതെയായി. ആൾക്കാരുടെ ചീത്തകളായി, ബഹളായി. അങ്ങനെ ഞാൻ ഈ ഒക്ടോബർ മാസം കൊന്തയുടെ സമയത്ത് ആ മാസത്തിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ നിൻ്റെ മാസമാണല്ലോ ഇത്, 31-ാം തീയതിക്കുള്ളിൽ എനിക്ക് നീ എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണേന്ന്. തിരിച്ചു കൊടുക്കേണ്ടതാണെങ്കിൽ പോലും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞ് 1.5 ലക്ഷം രൂപ എനിക്ക് കിട്ടി. ഞാൻ അത്രയും കാശ് കൊടുത്തു. ബാക്കി ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം തരാനുണ്ടാവില്ല, 1 വർഷം തന്നെയും കഴിഞ്ഞിട്ടേ ഞാൻ ബാക്കി തരുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ എനിക്ക് എങ്ങൊന്നുമില്ലാത്തൊരു ചുമ തുടങ്ങി. ചുമ എനിക്ക് മുമ്പേ ഒരു 10-30 വർഷം മുമ്പ് 30 വർഷം മുമ്പ് തുടങ്ങി. ഞാൻ അലർജിക്ക് റോട്ടഗ്യാപ്പ് വലിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്യാവശ്യം ഒന്നൊരു ബസ്സിൽ പോയാലും എനിക്കൊരു ഗുളിക വലിക്കണം. ഇപ്പോഴും എൻ്റെ ബാഗിൽ ആ ഗുളിയും സാധനങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനത് വലിച്ചിട്ടില്ല. ഈ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് മെയ് മാസത്തിൽ എനിക്കൊരു ചുമ വന്നിട്ട് 1 മാസത്തോളം ഞാൻ ചുമ കൊണ്ട് നടന്നു. ആ സമയത്തും ഞാൻ പണിക്ക് പോകും. ബസ്സിൽ കയറിയ ചുമയ്ക്ക് എനിക്ക് പേടിയാണ്. കാരണം ആൾക്കാർ പകരണതാണല്ലോ എന്ന് വിചാരിച്ച് മാറി വരെ പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു നെബുലൈസേഷൻ ചെയ്യണം, കിടത്തി ചികിത്സിച്ച് തന്നെ ഇത് മാറുള്ളൂ, ഇത് ഇത്തിരി കൂടുതലായി പോയി എന്ന് പറഞ്ഞു. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ആശുപത്രിയിൽ പോയി കിടക്കാനുള്ള സാഹചര്യം എനിക്കില്ല, നിൽക്കാൻ മാത്രമല്ല പൈസ പോലും എനിക്കില്ല, അതുകൊണ്ട് നീ തന്നെ ഇത് മാറ്റി തരണമെന്ന് ഞാൻ പറഞ്ഞു. ലാസ്റ്റ് ഞാൻ പറഞ്ഞു കിടക്കാൻ നേരത്ത്, മാതാവേ 1 ദിവസം തന്നെങ്കിലും ഒന്ന് ചുമക്കാണ്ട് കിടക്കാനായിട്ട് എനിക്ക് പറ്റണേന്ന്. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ബസ് കയറി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ എത്ര കാലം വരെ നീ അനുവദിക്കുന്നുവോ അതുവരെ നിൻ്റെ ഉടമ്പടിയിൽ ഞാൻ ജീവിച്ചു കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞു. ഒരാഴ്ചയായപ്പോഴേക്കും കുറേശ്ശെ കുറഞ്ഞു. അങ്ങനെ എനിക്ക് ആ രോഗം ആ ഒരു ആഴ്ച കൊണ്ട് എന്നെ പൂർണ്ണമായും ഭേദമായി. അതുപോലെ തന്നെ കഴിഞ്ഞ ജനുവരിയിൽ എൻ്റെ ഇളയ മകളും കുട്ടിയും ഭർത്താവും പുറത്താണ്. ആ കൊച്ചിനെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ വന്നു.
അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട്. ആൾക്കാർ എന്നോട് ചോദിച്ചു തുടങ്ങി, മോളെൻ്റെ കുട്ടീനെ കൊണ്ടുപോകാത്തതിന് 4 വയസ്സ് വരെ അവളവിടെ വളർന്ന കുട്ടിയാണ്. ഞാൻ പറയും നോക്കണ ആൾ നാട്ടിൽ വന്നേക്കാന്ന്, കാരണം അവർക്ക് മോശം കേട് വേണ്ടാന്ന് വിചാരിച്ചിട്ട്. പക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ആണ് അവർ കൊണ്ടുപോകാണ്ടിരുന്നത്. ഇവർ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചിന് ഭയങ്കര പ്രശ്നങ്ങളും ടെൻഷനും വിഷമങ്ങളും ആയി. ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട്, മാതാവേ എത്രയും പെട്ടെന്ന് അവർക്കൊരു മാർഗം കാണിച്ചു കൊടുത്ത് എൻ്റെ മോളെ അവളുടെ അടുത്തേക്ക് എത്തിക്കാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. മെയ് മാസം 24-ാം തീയതി എൻ്റെ മോള് ഗൾഫിലേക്ക് അവളുടെ അപ്പൻ്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെ പോയി. അവൾക്കൊന്നും സ്കൂളിൽ ചേർക്കാനായിട്ട് LKG പഠിക്കേണ്ട കുട്ടി ആ സമയത്ത് സ്കൂളിൽ പോയിട്ടില്ല, അവരുടെ ബുദ്ധിമുട്ടുകൊണ്ട്. UKG ആയി പോകാൻ പറ്റിയില്ല. അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്ന നിനക്ക് ഇതും കൂടി ചെയ്തു തന്നൂടെ എന്ന് ഞാൻ ചോദിച്ചു. ഈ കഴിഞ്ഞ മാസം ആ കുട്ടീനെ സ്കൂളിൽ ചേർത്താനുള്ള അവസരം മാതാവ് കൊടുത്തു. ഈ കുട്ടിയുടെ അമ്മയും ഉടമ്പടിയിലാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തിട്ടാണ് പോയത്. അതിക്ക് മുമ്പും ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു അവൾ. എന്നോട് എപ്പോഴും അവൾ പറയും, അമ്മ വിഷമിക്കേണ്ട എന്ത് കാര്യം പറഞ്ഞാലും മാതാവ് ചെയ്തു തരുമെന്ന്. ഞാനൊരു വീട്ടിലാണ് പണിക്ക് പോണത്. അവിടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഞാൻ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ജനലയുടെ അടുത്ത് ഫോൺ വെച്ച് ഓണാക്കി ഞാൻ അച്ഛൻ പറയുന്ന കാര്യങ്ങളും ആരാധനയും ഞാൻ കേട്ടുകൊണ്ടിരിക്കും. ആരെങ്കിലും വന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പോൾ അപ്പം ഞാൻ ഓഫാക്കും. കാരണം ഞാനൊരു പണിയിലാണ്. അവർ വിചാരിക്കും ഇത് കേൾക്കാമെന്നല്ല അവർ വിചാരിക്കുക, എനിക്ക് ഫോൺ കാണലാന്നുള്ള വിചാരിക്കുക. ഞാൻ മാതാവിനോട് പറയും, മാതാവേ എന്നെ നീ രക്ഷിച്ചേക്കണേന്ന് ഞാൻ പറയാറ് മാതാവിനോട്. അങ്ങനെ എൻ്റെ ഇത്രയുള്ള കാര്യങ്ങളും എനിക്ക് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എൻ്റെ കെട്ടിയന് ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. പെൺകുട്ടികളെ 2 പേരും കല്യാണം കഴിച്ചു വിട്ടതാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ചെറിയ അനുഭവം കൂടി, ചെറുതല്ല വലുത് തന്നെയാണ്. എൻ്റെ മോള് 15 കൊല്ലമായി മൂത്ത മോള് കല്യാണം കഴിച്ചു വിട്ടിട്ട്. അങ്ങനെ അവർ 3 പിള്ളേരിട്ടിട്ടാണ് അവൾ ഇവിടെ വീട്ടിൽ പിണങ്ങി വന്നത്. 16ാമത്തെ കൊല്ലം. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ വിധവയല്ലാണ്ട് എൻ്റെ മോളെ നീ വിധവയാക്കരുത്. അവർക്ക് മനസ്സ് തോന്നി അവൾ ഇറങ്ങിപ്പോന്നതാണ് ഗതികേട് കൊണ്ട്. അവരെ നീ തിരിച്ചു കൊണ്ടുപോകാനുള്ള ഇടം നീ തരണേന്ന്. അതും മാതാവ് എനിക്ക് നടത്തി തന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്ത മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് ഞാൻ പത്രങ്ങൾ കൊണ്ടു കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ വരുന്ന ബസ്സിന് പത്രങ്ങൾ വേറെ സ്ഥലങ്ങളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറയും. അപ്പോൾ വേറെ ഭാഷകളിലുള്ള പത്രങ്ങൾ മേടിച്ച് അവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. ഞാൻ പണിക്ക് പോയിട്ട് തിരിച്ചു വരുമേ അർഹതപ്പെട്ടതാണെന്ന് തോന്നുന്ന വ്യക്തിനെ കണ്ടാൽ എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ട് കൂടുതലൊന്നും കൊടുക്കാനൊന്നും എനിക്ക് കഴിവില്ല, എന്നാലും ഞാൻ ഉള്ളത് ഞാൻ അവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്ത് കുറച്ച് പോരണം, ചാലക്കുടിക്ക് അടുത്ത് തന്നെയാണ് ഒരു വൃദ്ധസദനുണ്ട്. അവിടെ ഞാൻ വല്ലപ്പോഴൊക്കെ ഞാൻ പോവാറുണ്ട്. ഇനിയും എന്നെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുമെന്ന്